ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ട്രാവൽ വ്ളോഗുകളായിട്ടാട്ടോ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ സാധാരണ ഡെയിലി വ്ളോഗൊന്നും ഇടാറുണ്ടായില്ലല്ലോ. അപ്പോൾ ഇന്ന് സാധാരണ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ്. ഇവിടെയാണെങ്കിൽ നല്ല പണിയാട്ടോ, പണി എടുത്തിട്ടും തീരാത്ത പണിയാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ചെയ്യണ കാര്യങ്ങളാട്ടോ ഇപ്പോൾ കാണിച്ചു തന്നെ. അപ്പോൾ ഈ ഒരു റൂം വൈറ്റ് വാഷ് ചെയ്ത് ക്ലീനാക്കി എടുക്കണതാണ് വാപ്പിച്ചിയും മക്കളും കൂടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് വയറിങ്ങിൻ്റെ പണി നടക്കണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ സാധനങ്ങൾ വാങ്ങാൻ പോണതൊക്കെ കാണിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് അന്നൊന്നും പണി ചെയ്തില്ലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ പണി നടന്നത്. അപ്പോൾ ആ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് വീട് മൊത്തം ഇങ്ങനെ എല്ലാ സ്വിച്ച് ബോർഡുകളൊക്കെ മാറ്റണമായിരുന്നു. അപ്പോൾ മൊത്തം കുത്തിപ്പൊളിച്ച് ആകെ നാശാക്കിയിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഡെയിലി ഇങ്ങനെ ക്ലീനിങ് ഉണ്ടായി. ഓരോ ദിവസം പണി കഴിഞ്ഞ് പോകുമ്പോൾ അതാത് ദിവസത്തെ ക്ലീനിങ് ഒക്കെ ഉണ്ടായി. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് വയറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ റൂമുകൾ നമ്മൾ ഒതുക്കി വരണതാട്ടോ. അപ്പോൾ അതിന് ഇങ്ങനെ ഈ കർട്ടനാണിത്, നമ്മുടെ ബാമ്പു കർട്ടനാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊടി പിടിച്ച് ആകെ നാശമായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതെല്ലാം ക്ലീൻ ആക്കിയതാട്ടോ. വെളിച്ചെണ്ണയും മണ്ണെണ്ണയൊക്കെ തൂത്ത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കർട്ടനൊക്കെ. എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ ഓരോ റൂമായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മീനിന് ഇവിടെ പറയണത് വേളൂരി എന്നാട്ടോ. ഇത് കൊഴുവയല്ല, വേളൂരി എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇതും പിന്നെ അതിൻ്റെ കൂടെ കുഞ്ഞു അയിലയും രണ്ടും കൂടി മിക്സ് ആയിട്ടാട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് അയില ക്ലീനാക്കിയിട്ട് ഫ്രൈ ചെയ്യാനും മാറ്റി വെച്ചു. പിന്നെ വേളൂരി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് അരപ്പൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി എടുത്തു കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെ കറണ്ട് പോയി വന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അന്ന് ഈ കറണ്ടെങ്ങാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ തന്നെ തേങ്ങയൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങയിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് മാങ്ങയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി ഉള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളൊക്കെ കഴുകി അരിഞ്ഞ് ഇട്ടിട്ട് അരപ്പും കൂട്ടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും കൂട്ടി അരച്ചെടുത്തതാട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതിലേക്ക് തന്നെ മീനിൻ്റെ കഷ്ണങ്ങൾ മുഴുവനും ഇടണില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. ഇനി നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഉള്ളിയും ഉലുവയും വേപ്പിലയും കൂടി അരിഞ്ഞത് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കറി സെറ്റാവട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ കുഞ്ഞയില ഫ്രൈ ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏത്തക്കായ ഉണ്ടായി, പച്ചക്കായ. അപ്പോൾ അതരിഞ്ഞിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. പിന്നെ പപ്പടം കൂടി വറുക്കാം. അപ്പോൾ ഇന്ന് നല്ല ജോലിയാണല്ലോ, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കറികളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വയറിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റൂമുകളൊക്കെ ഇങ്ങനെ ഒതുക്കലാണ്. അപ്പോൾ എല്ലാം വാരി വലിച്ച് ഓരോ സ്ഥലത്തേക്ക് ഇട്ടേക്കാണ്. അപ്പം ഞാൻ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യും, അതിൻ്റെ പുറകെ തന്നെ വേറെ കാര്യങ്ങൾക്ക് ഓരോന്നിന് എല്ലാം നമ്മളെയുള്ള വിളിക്കുള്ളൂ. അപ്പോൾ ഇതെവിടെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ അതിൻ്റെ പുറകെ നടക്കണം. പിന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഉണ്ടാക്കി കൊടുക്കണം. പണിക്കാരുണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുള്ളൂ, അതുകൊണ്ട് തന്നെ സമാധാനമുണ്ട്. പണിക്കാരുണ്ടാകുമ്പോൾ നമുക്ക് ഒട്ടും നിൽക്കാനും ഇരിക്കാനും നേരം ഉണ്ടാവില്ല, എപ്പോഴും തിരക്കായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫോണിലാണെങ്കിൽ നിറയെ നമ്മൾ യാത്ര പോയതിൻ്റെ വീഡിയോസ് കിടക്കണ്ടായി. അപ്പോൾ പിന്നെ അത് അപ്ലോഡ് ചെയ്യാണ്ട് വേറെ പുതിയത് എടുത്തു കഴിഞ്ഞാൽ ആകെ ഹാങ് ആവുമല്ലോ ഫോൺ. അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള സ്വന്തം വർക്കുകളൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായി, സൗണ്ടിന് നല്ല മാറ്റമുണ്ടല്ലോ, ജലദോഷമാണോ എന്നൊക്കെ. ശരിയാട്ടോ, എനിക്ക് ജലദോഷം ഉണ്ടായി, തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അത് നമ്മൾ യാത്ര പോയതിൻ്റെ തണുപ്പടിച്ചതിൻ്റെ ഒന്നുമല്ല. എനിക്ക് ആ കാലാവസ്ഥ ഭയങ്കര സ്യൂട്ടാട്ടോ. എനിക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരസുഖം വരാറില്ല, ജലദോഷം തുമ്മലൊന്നും വരാറില്ല തണുപ്പടിച്ച് അങ്ങോട്ട് പോയാൽ. കാരണം അതെങ്ങനെയോ നമുക്ക് സെറ്റായി കിട്ടിയേക്കണ കാലാവസ്ഥയാണ്. അതിൻ്റെ പേരിൽ അസുഖമൊന്നും വന്നില്ല. പക്ഷേ ഇവിടെ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ഇങ്ങനെയുള്ള ഇലക്ട്രീഷ്യൻ പണിക്കാരെയൊക്കെ കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ അവരൊരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ തുടങ്ങിയില്ലെങ്കിൽ പിന്നെ പണിയാവുമല്ലോ, പിന്നെ അവരെ നമ്മൾ അന്വേഷിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഉടനെ തന്നെ ഞങ്ങൾ പണി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ കുത്തിപ്പൊളിക്കുകയും ഇങ്ങനെ ഓരോന്നൊക്കെ മാറ്റുകയും മറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൊടി ഉണ്ടല്ലോ, നന്നായിട്ട് പൊടി അടിച്ചിട്ടാണ് എനിക്ക് തുമ്മലും ജലദോഷമൊക്കെ പിടിച്ചത്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ മരുന്നൊക്കെ വാങ്ങി കഴിച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഈ ഒരു റൂം ഇവർ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൻ്റെ എല്ലാ പണികളും കഴിച്ച് അവിടേക്കുള്ള ആവശ്യമുള്ള ഫർണിച്ചറൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ഈ റൂം തീർത്തും സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഒരു റൂമാണെങ്കിലും സെറ്റായി കിടക്കണതാണിപ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ. ഇനി ബാക്കി അടുത്ത ദിവസങ്ങളിൽ ക്ലീനിങ് ഇങ്ങനെ ബാക്കിയുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോനെ കടയിൽ വിട്ടിട്ടുണ്ട് ഇവർ എന്തെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞിട്ട് പലഹാരം. അപ്പോൾ അവൻ അത് വാങ്ങിയിട്ട് വരുമ്പോഴത്തേനും ഞാൻ ചായ ഇട്ടതാണ്. എല്ലാവരും സിറ്റ് ഔട്ടിലുണ്ട് കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ് ടയേർഡായി ഇന്നത്തെ വർക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചായയൊക്കെ ആയിട്ട് ഇനി സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്ന് അവർ ചായ കുടിക്കട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിലൂടെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.